വലിയ തിരിച്ചടി നേരിട്ടാലും പഠിക്കില്ല എന്നുള്ള ചില ആളുകളും ചില സംഘടനകളുമൊക്കെയുണ്ട്. കേരളത്തിലും CPM-നെ സംബന്ധിച്ച് അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ DMK-ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പലതരത്തിലുള്ള തിരിച്ചടി ഉണ്ടായി. ഒന്ന്, കോൺഗ്രസ് കാലുവാരി, ജനങ്ങൾ കാലുവാരി, അതിന് പിന്നാലെ കോൺഗ്രസ് കാലുവാരി, രാഹുൽ ഗാന്ധി വിജയ്ക്കൊപ്പം ചേർന്നു. അങ്ങനെ പല പല സംഭവവികാസങ്ങൾ അവിടെ നടന്നു. അതിനിടയിലും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മകൻ്റെ ഹൈന്ദവ വിരോധം, സനാതന ധർമ്മത്തോടുള്ള വിരോധം തീരുന്നില്ല. അയാൾ വീണ്ടും വീണ്ടും പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ശക്തമായ എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി വിജയ് പറയുമ്പോൾ സനാതനം നശിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ. സനാതനം തുടച്ചു നീക്കപ്പെടണം എന്നാണ് നിയമസഭയിൽ, വെറുതെ പറഞ്ഞതല്ല, നിയമസഭയിൽ അയാളുടെ അഭിപ്രായമായിട്ട്, അതായത് രേഖപ്പെടുത്തുന്ന അഭിപ്രായമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സനാതന ധർമ്മത്തിനെതിരെയാണ് വീണ്ടും അഭിപ്രായം ഉന്നയിച്ചത്. ജനങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സനാതനം എന്നാൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ധർമ്മമാണ് എന്നുള്ള കാര്യം അറിയാം, എന്നാലും അതങ്ങനെ പറയില്ല. ഉറപ്പായും തുടച്ചു നീക്കപ്പെടണം എന്നാണ് നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൂടിയായ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. BJP വക്താവ് CR കേശവനടക്കം ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലാണ് അയാൾ തുഴയുന്നത്. രാഹുൽ ഗാന്ധി പവിത്രമായ ചെങ്കോലിനെ അപമാനിച്ചു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനം ഒഴിവാക്കിയ രാഹുൽ ഗാന്ധിയെ പോലെ ഉദയനിധി സ്റ്റാലിൻ ഒരിക്കൽ ശിക്ഷിക്കപ്പെടും എന്നാണ് BJP-യുടെ വാദം. ഇതിനകത്ത് ഇപ്പോൾ തമിഴക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വശങ്ങളുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദ്രവീഡിയൻ കൾച്ചറിൻ്റെ, ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തിൽ ഒക്കെ തന്നെ അവിടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി, വീരാരാധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പോലും ഹൈന്ദവ ധർമ്മത്തെ, ഹൈന്ദവ സനാതന മൂല്യങ്ങളെയൊക്കെ തന്നെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്ന, ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദയനിധി സ്റ്റാലിനല്ല, ആരായാലും നടത്താൻ പാടില്ലാത്തതാണ് എന്നാണ്. ഇതിലേറ്റവും രസകരമായ മറ്റൊരു കാര്യം, ഈ ഉദയനിധി സ്റ്റാലിൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ M കരുണാനിധി, ഇദ്ദേഹം കൃത്യമായി ജാതകം നോക്കുകയും അതുപോലെ തന്നെ ആ ജാതകപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഷോൾ അണിയുന്നത് പോലും മഞ്ഞ ഷോള്, ചിലപ്പോൾ ചുവന്ന ഷോള്, ചിലപ്പോൾ കറുത്ത ഷോള്. അത് ഈ ശനീശ്വര പ്രീതിക്കായി കറുത്ത ഷോളും, അതുപോലെ വിഷ്ണു പ്രീതിക്കായിട്ട് മഞ്ഞ ഷോളും, ദേവീ പ്രീതിക്കായിട്ട് ചുവന്ന ഷോളും ഒക്കെ അണിഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ 2004 മുതൽ 2010 വരെ ഇവരുടെ തന്നെ ഒരു നെറ്റ്വർക്ക് ആയിരുന്ന ഇപ്പോഴല്ല, സൺ TV-യുടെ ഭാഗമായ സൂര്യ TV-യിൽ ജോലി ചെയ്തിട്ടുണ്ട്, ചെന്നൈയിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ ഒരു ഫീഡ്ബാക്കൊക്കെ അറിയാം. ഇയാൾ ഈ ജാതകമൊക്കെ നോക്കി കൃത്യമായി സനാതനധർമ്മത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് നിരവധി ക്ഷേത്രങ്ങളിൽ, തഞ്ചാവൂർ അടക്കമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ, കോയമ്പത്തൂർ ഒരു അമ്പലമുണ്ട്, ഇയാൾ കോയമ്പത്തൂർ എപ്പോൾ പോയാലും അവിടെ പോകും. ഈ കരുണാനിധി അയാളുടെ മകൻ്റെ മകനാണ് ഈ ഉദയനിധി സ്റ്റാലിൻ. സനാതനധർമ്മം താങ്കളുടെ മുത്തശ്ശൻ ഒഴിവാക്കിയിരുന്നില്ല, അദ്ദേഹം അത് ചേർത്ത് പിടിച്ചിരുന്നു. അത് പുറത്തു പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. താങ്കളുടെ പിതാവും തീർച്ചയായിട്ടും സനാതന മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും പറയും എന്ന് തോന്നുന്നില്ല. താങ്കൾ ഇനിയും പറഞ്ഞുകൊള്ളൂ. പക്ഷേ ഇനിയും ഇതുപോലെയുള്ള തിരിച്ചടികൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നിയമസഭയിലും ഒക്കെ വിളമ്പാൻ. ആരെങ്കിലുമൊക്കെ കയ്യടിക്കുമായിരിക്കും, പക്ഷേ ആ കയ്യടിയൊക്കെ കരണത്തടിയായി മാറാൻ അധികം സമയം വേണ്ടി വരില്ല.